Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എവിടെ വരെ എടുത്തു നിർത്തിയത്? ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷന്റെ ഭാഗം കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഭാഗമാണ് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അതിന്റെ ഉത്ഭവം എങ്ങനെയാണ്, എത്ര ദിവസത്തിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾക്കുള്ളിലായിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ ആദ്യത്തേതാണ് for a HAL the infection must arise. ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ഉത്ഭവിക്കുന്നു അല്ലെങ്കിൽ എത്ര ദിവസം നമുക്കത് കണക്കാക്കാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ലേ. ആ ഒരു കൃത്യമായ ഒരു ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റ്സ് ആണ് ആദ്യം പറയുന്നത്. up to 48 hours after hospital admission. ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം 48 മണിക്കൂർ വരെ, ആ ഒരു 48 മണിക്കൂർ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള 48 മണിക്കൂർ വരെ അതിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ up to 3 days after discharge. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ട് വിചാരിക്കാം. അങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എത്ര ദിവസം വരെയാണ്? ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള 3 ദിവസം വരെ. ആ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാവാം എന്ന് നമുക്ക് വിചാരിക്കാം. ക്ലിയറായോ? അപ്പൊ എന്തൊക്കെയാണ് ആദ്യത്തെ 2 എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് up to 48 hours after hospital admission. ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം, ഹോസ്പിറ്റൽ നമ്മൾ ട്രീറ്റ്മെന്റിനോ കാര്യങ്ങൾക്കോ വേണ്ടി അഡ്മിഷൻ എടുത്തതിന് ശേഷം 48 മണിക്കൂർ വരെ അതിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് കണക്കാക്കാം. രണ്ടാമത് പറയുന്നത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് ശേഷം 3 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആ 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസിന്റെ കാര്യങ്ങളോ സിംറ്റംസോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണെന്നും നമുക്ക് പറയാം. അടുത്തതായിട്ട് in a healthcare facility when someone was admitted for reason except for the infection. അതായത് ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമ്മളൊരു രോഗവുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മളൊരു എന്തെങ്കിലും ഒരു രോഗമായിട്ട് നമ്മളൊരു വയറുവേദനയായിട്ടോ അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിരിക്കോ നമ്മൾ പോയിരിക്കുന്ന റീസൺ ഏതാ അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന റീസൺ ഏതാ? വയറുവേദനയായിട്ടാണ് പോയതെങ്കിൽ ആ ഒരു റീസൺ ആയിട്ടല്ലേ നമ്മൾ അഡ്മിറ്റ് ആവുന്നത് അല്ലെ? അതിന്റെ കാരണം അങ്ങനെ ഒരു റീസൺ കൊണ്ട്, അതായത് മറ്റേതെങ്കിലും ഒരു കാരണത്താൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാന്നല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ നമുക്കൊരു വയറുവേദനയായിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയി, നമ്മൾ അവിടെ ആ ഒരു കാരണത്താൽ നമ്മളെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. 2 ദിവസം അല്ലെങ്കിൽ 1 or 2 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ഫീവർ തുടങ്ങി. ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ടിങ് ആണല്ലോ, നമ്മൾ ഫീവർ ഒക്കെ അല്ല ആദ്യം സിംറ്റം കാണിക്കുക അല്ലെ? അങ്ങനെ എന്തെങ്കിലും വേറൊരു ഇൻഫെക്ഷൻ വന്നാല് അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റുമോ? അഡ്മിറ്റ് ചെയ്ത കാരണമല്ലാതെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ആ വ്യക്തിക്ക് അഡ്മിറ്റ് ചെയ്ത സമയത്ത് വരികയാണെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന്
പറയാൻ പറ്റും. 3 രീതിയിലാണ് പറയുന്നത്. ഒന്നാമത് 48 മണിക്കൂർ വരെ അഡ്മിഷൻ എടുത്തതിന് ശേഷം, രണ്ടാമത്തത് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് 3 ദിവസം വരെ, മൂന്നാമത്തത് പറഞ്ഞത് ഏതെങ്കിലും ഒരു റീസൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ആ റീസൺ കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അതും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ ആ 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. അടുത്തതായിട്ട് നെക്സ്റ്റ് പറയുന്നത് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAs. കുറച്ച് കോമൺ, എല്ലാം നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് ആണ് താഴെ പറയുന്നവ. അതിൽ ഒന്നാമത്തത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTIs. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അറിയാലോ അല്ലെ, നമ്മുടെ മൂത്രനാളിയിൽ ഉണ്ടാവുന്ന അണുബാധ. കാരണം എന്താവാം, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മൾ അഡ്മിറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാർഡിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ആയിരിക്കും അല്ലെ, എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നിലധികം പേര് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതല്ലേ അല്ലെ, മിക്ക ആളുകൾക്കും വരാൻ സാധ്യതയുള്ളൊരു ഇൻഫെക്ഷൻ കൂടിയാണ് അല്ലെ. രണ്ടാമത്തത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഏത് ഏരിയയിൽ ഉണ്ടാവുന്നതായിരിക്കാം? ആ സർജറി ചെയ്ത ഏരിയയിൽ അല്ലെ, സർജറി ചെയ്ത മുറിവിന്റെ ആ ഭാഗത്തുണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കാം? മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു കാരണം പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാത്ത, സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാവും അല്ലെ. സർജറി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സോ കാര്യങ്ങളോ യൂസ് ചെയ്യാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ അവിടുത്തെ പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാര് ശരിയായ രീതിയിലുള്ള നമ്മുടെ എന്താണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യാത്തത് കൊണ്ടാവാം. അല്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇവർക്ക് ചെയ്ത് കൊടുക്കാത്തതിന്റെ അഭാവം മൂലമായിരിക്കാം അവർക്ക് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, സർജറി ചെയ്ത ആ വൗണ്ട് ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളത്. അതാണ് രണ്ടാമത്തത്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. ക്ലിയർ ആണോ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനും 2 കോമൺ ടൈപ്പ് ഓഫ് HAs ആണ്. ക്ലിയർ ആണോ? അത് രണ്ടും ഓക്കെ അല്ലേ? മൂന്നാമത്തത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാല്? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആന്ത്രവീക്കം അല്ലെങ്കിൽ നമ്മൾ വയറിളക്കം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത് സ്റ്റൊമക് ഫ്ലൂ, അതാണ് ശരിയാണ്, സ്റ്റൊമക് ഫ്ലൂ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്റ്റൈൻ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ. ആ ഇൻഡസ്റ്റൈൻ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡയേറിയ, നമുക്ക് വയറിളക്കം, നോസിയ അല്ലെ, എന്താണ് ഓക്കാനം വരാം, വൊമിറ്റിംഗ്, ഛർദി വരാം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അത് പ്രധാനമായിട്ടും എന്തുകൊണ്ടുണ്ടാവുന്നേ? ഇങ്ങനെ സ്റ്റൊമക് ഫ്ലൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വയറിളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് നമ്മുടെ വരിക? ഒന്നില്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ മൂലം എന്താവാം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കൊരു ഹോസ്പിറ്റൽ പരമായിട്ട് ചെയ്യുമ്പോൾ ഇതും ഒരു കോമൺ ടൈപ്പ് ഓഫ് HA തന്നെയാണ്. അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. എന്താണ് മെനിഞ്ചൈറ്റിസ്? മെനിഞ്ചൈറ്റിസ് ഏത് ഭാഗത്തെയാണ് ബാധിക്കുക? എവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ്? തലയുടെ അല്ലെ, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും തമ്മിലുള്ള ആ ഒരു ഭാഗമാണ് അല്ലെ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മെംബ്രെയിൻസ്. ബ്രെയിനിന്റെയും സ്പൈനൽ കോഡ് മെംബ്രെയിൻസിലും ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കത്തെയാണ്. അവിടെ ഫ്ലൂയിഡും അതുപോലെ തന്നെ അതിന്റെ ഫ്ലൂയിഡ്, അവിടുത്തെ ഫ്ലൂയിഡ് അതുപോലെ തന്നെ അവിടുത്തെ മെംബ്രെയിൻസ് മുതലായവയൊക്കെ എന്ത് ചെയ്യുന്നു? അത് ഇൻഫെക്റ്റഡ് ആവുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് എന്ന് പറയുന്ന മെംബ്രെയിൻ
അവിടെ ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡ്സിനും ഇൻഫെക്ഷൻസ് ആവുന്നു. അപ്പൊ ഇത് കൂടുതലായിട്ട് എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് മെനിഞ്ചൈറ്റിസിൽ വരിക. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിനിലും അതിനുള്ളിലുള്ള ഫ്ലൂയിഡിലും വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മുടെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ന്യൂമോണിയ. എന്താണ് ന്യൂമോണിയ? ഏത് ഭാഗത്തെയാണ് ന്യൂമോണിയ കൂടുതലും ബാധിക്കുന്നത്? ലങ്സിനെയാണ് അല്ലെ. നമ്മുടെ ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പേർക്ക് കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെ. അതൊരു ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു അസുഖമാണോ? ആണോ? പകരാം അല്ലെ, പകരാം അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം അല്ലെ. ഇവിടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിലുള്ള എയർ സാക്കുകളില് ഇൻഫെക്ഷൻ വരുന്നത് ഇൻഫ്ലെയിം ആവുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ് ആ ഒരു ഫ്ലൂയിഡ് എന്താണ് ലങ്സിനുള്ളിലുള്ള അവിടുത്തെ എയർ സാക്കുകള് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് ഒക്കെ വന്ന് ഫില്ല് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്ത് ലങ്സിൽ ഉണ്ടാവുന്നത് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്, ലങ്സുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു കോമൺ ടൈപ്പ് ഓഫ് HASും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അത് കണ്ടീഷൻ വഷളായി പോവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു കോമൺ ടൈപ്പ് ഓഫ് HA ആണ്. ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന രീതിയിലുള്ള കോമൺ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് UTI അല്ലെങ്കിൽ എന്താണ് ന്യൂമോണിയ എന്ന് ചോദിക്കാറില്ല. അതിൽ ഉൾപ്പെടുന്നവ ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഒരു കോമൺ ടൈപ്പ് ഓഫ് HAയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാവാം, അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? അത് കോമൺ ടൈപ്പ് ഓഫ് HA ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് the symptoms for this infection may consist of. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ആദ്യം കുറെ ലക്ഷണങ്ങൾ കാണിക്കും അല്ലെ. പേഷ്യന്റിന്റെ ബോഡിയിൽ നമുക്ക് എന്തൊരു ഇൻഫെക്ഷൻ വന്നാലും ആദ്യം ഉണ്ടാവുന്ന ഒരു ലക്ഷണം എന്താ? ആദ്യം ഉണ്ടാവുന്ന ലക്ഷണം നമ്മുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാല് ഫീവർ ആണ് അല്ലെ. നമുക്ക് പനി വരും, ഫീവർ വരും അല്ലെ. അതുപോലെ ഇപ്പൊ ഇവിടെ ഓരോന്നിനും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് നമ്മൾ ഓരോ ടൈം പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ടാലും നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും ട്ടാ. ഒന്നാമത്തത് ഫീവർ. ഏതൊരു ഇൻഫെക്ഷൻ വരുമ്പോഴും നമുക്ക് ഫീവർ ഉണ്ടാവാറുണ്ട്. രണ്ടാമത് ഡിസ്ചാർജ് ഫ്രം എ വൗണ്ട്, അതായത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ. നമ്മുടെ ഒരു മുറിവ് ഉണ്ടായിട്ടുള്ള നമ്മളൊരു സർജറി കഴിക്കുമ്പോൾ ആ സർജറി ചെയ്ത ആ ഒരു മുറിവുള്ളായ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഡിസ്ചാർജ് വരും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ പഴുപ്പോ അല്ലെങ്കിൽ ചലമൊക്കെ വരും എന്ന് പറയും അല്ലെ. ആ ഒരു ഭാഗത്ത് നിന്ന് അല്ലെ, അതൊരു ഇൻഫെക്ഷനെ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു വൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മുറിവിൽ നിന്ന് ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തിന്റെ ലക്ഷണമാണെന്ന് പറയുന്നത്? ആ ഒരു മുറിവ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് ഫീവർ ഉണ്ടാവും എന്നുള്ളത്. മൂന്നാമത് ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. ഇപ്പൊ ന്യൂമോണിയ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചുമ ഉണ്ടാവും അല്ലെ. അതുപോലെ ശ്വാസം മുട്ടൽ തോന്നാം അല്ലെ. സഫോക്കേഷൻ, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതൊക്കെ ഇതിന്റെ ഒരു സിംറ്റം ആണ്, ലക്ഷണമാണ്. Then burning with urination or difficulty in urination. ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്കറിയാം. നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, അതായത് ഒരു പുകച്ചില പോലെ ഒരു അനുഭവപ്പെടുന്നുണ്ടാവും അല്ലെ. അത് യൂറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ട് എന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം. അടുത്തതാണ് ഇപ്പൊ മെനിഞ്ചൈറ്റിസ് ഒക്കെ ആകുമ്പോൾ ബ്രെയിനുമായി ബന്ധപ്പെട്ടല്ലേ. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഫസ്റ്റ് വരാൻ പോകുന്നത് ഹെഡേക്ക് ആണ്. ഭയങ്കരമായിട്ടുള്ള തലവേദന അനുഭവപ്പെടാം. അതുപോലെ എന്താണ് ഓക്കാനം, രോഗി അല്ലെ, ഓക്കാനം തോന്നാം, വോമിറ്റിംഗ്, ഛർദി തോന്നാം, ഡയറിയ, വയറിളക്കം മുതലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും അങ്ങനെയല്ലേ, സ്റ്റൊമക് ഫ്ലൂവുമായി ബന്ധപ്പെട്ടു അല്ലെ, ഓക്കാനം തോന്നാം, ഛർദ്ദിക്കാൻ വരാം, അതുപോലെ വയറിളക്കം സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നാല് അത് കാണാൻ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? നമുക്കറിയാവുന്ന കുറെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് തന്നെയാണ്. ഓക്കെ ആണോ? ഇനി അത് പറയണോ മിസ്റ്റർ? ക്ലിയർ ആണോ? എന്താണ് അത് റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ,
നോക്കിയ എന്ന് പറഞ്ഞാല് ഓക്കാനം വരിക എന്ന് പറയുന്നത് ഛർദിയല്ല. നമുക്കിങ്ങനെ എന്താണ് ഓക്കാനിച്ച് നമുക്കിങ്ങനെ വരില്ലേ, അതാണ് കേട്ടാ. ഓക്കെ, അടുത്തത് people who experience new symptoms in the course they may also experience pain and irritation at the infection stage will experience noticeable symptoms. ഇനി ചില ആളുകൾക്ക് ഇതല്ലാതെ പുതിയ സിംറ്റംസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അത് കുറച്ച് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പറഞ്ഞേ. പുതിയതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ അവർക്ക് ഈ ഒരു പീരീഡിൽ അനുഭവപ്പെട്ടെന്ന് അവർ പറയാറുണ്ട്. അതിൽ ഒന്നാമത്തെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള സൈറ്റില് വേദന അനുഭവപ്പെടാം, അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് തോന്നാം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ഇറിറ്റേഷൻ, ചിലപ്പോൾ കടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻസ് തോന്നാം, വേദന അനുഭവപ്പെടാം. ഇതൊക്കെ ചില പുതിയതായിട്ടുള്ള സിംറ്റംസ് ആണ്. അത് എല്ലാവർക്കും എല്ലാ സിംറ്റംസും ഉണ്ടാവണമെന്നില്ല കേട്ടാ. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റം. പലർക്കും ഇത് കുറച്ച് കൂടുതലായിട്ട് ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രകടമായ രീതിയിലുള്ള ലക്ഷണങ്ങള് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുമ്പോൾ കാണാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ കിട്ടാനായിട്ടുള്ള സോഴ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങളാണ് താഴെ പറയുന്നത്. ഒത്തിരി ഉറവിടങ്ങളിൽ ഒത്തിരി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാം അല്ലെ. ആ ഒരു പിക്ചർ ഒന്ന് നോക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ പിക്ചർ? ക്ലിയർ ആണോ? ഓക്കെ, നോക്കി സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് അറിയാവുന്ന സോഴ്സുകൾ തന്നെയാണ് കേട്ടോ. ഒരു പേഷ്യന്റിന് ഇൻഫെക്ഷൻ കിട്ടണമെങ്കിൽ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? അതർ പേഷ്യൻസ്, അവരുടെ കൂടെയുള്ള മറ്റ് പേഷ്യൻസിൽ നിന്നും ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടാം അല്ലെ. ഇൻഫെക്ഷൻ കിട്ടാൻ പറ്റുള്ള അല്ലെ മറ്റ് പേഷ്യൻസിൽ നിന്നും ഇവരിലേക്ക് പകരാം അല്ലെ. അതുപോലെ അവിടേക്ക് വരുന്ന വിസിറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സന്ദർശകരിൽ നിന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ ലഭ്യമാവാം. ദെൻ ഹോസ്പിറ്റൽ പേഴ്സൺസ്, ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരിൽ നിന്ന് ഇവർക്ക് ഇൻഫെക്ഷൻ കിട്ടാലോ അല്ലെ. ദെൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, നമ്മൾ സർജറി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ അണുനാശിനിയൊന്നും ഉപയോഗിക്കാതെ അണുവിമുക്തമാക്കാത്ത എക്യുപ്മെന്റ്സോ മറ്റ് സർജിക്കൽ ഉപകരണങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ആ ഒരു പേഷ്യന്റിന് എന്ത് കിട്ടാം? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് എയറിലൂടെ, വായുവിലൂടെ ഇവർക്ക് ഇൻഫെക്ഷൻ പകരാം. വാട്ടർ ഓർ ഫുഡ്, ഫുഡ് ആൻഡ് വാട്ടറിലൂടെയും എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻസ് പകരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യന്റ് എന്നാണ് അവിടെ പേഷ്യൻസിന്റെ ഷോർട്ട് ഫോം ആക്കി എഴുതിയിരിക്കുന്നതാണ്. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, പേഷ്യൻസിന് എല്ലാവരുടെയും ബോഡിയിലെ മൈക്രോ ഓർഗാനിസംസിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ മൈക്രോ ഓർഗാനിസംസ് ചില സമയങ്ങളിൽ നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയങ്ങളിലൊക്കെ ഇത് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, അത് എന്താവും? അവസരവാദികളാവും അല്ലെ. അതൊരു ഓപ്പർച്യൂണിസ്റ്റിക് ആവും. അവസരവാദികളായിട്ട് അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് അവർ എന്ത് ചെയ്യും? പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവരുടെ സ്വന്തം ബോഡിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ നല്ലൊരു ബെറ്റർ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? പ്രവർത്തിച്ചുകൊണ്ട് അതുവഴി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കാം ഫോർമൈറ്റ് കണ്ടാമിനേഷൻ? അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിലാവുമ്പോൾ നമ്മൾ മറ്റുള്ള ഒബ്ജക്റ്റുകളിൽ തൊടാറുണ്ട് അല്ലെ. നമ്മൾ കൂടുതലായിട്ട് എന്തിലൊക്കെ തൊടാറ്? ലൈറ്റിന്റെ സ്വിച്ചുകളിൽ തൊടാറുണ്ട് ഇല്ലേ. ഡോറിന്റെ ഹാൻഡിലുകളിൽ തൊടാറുണ്ട് ഇല്ലേ. ഉണ്ടോ? ചെയ്യാറില്ലേ? നമ്മളൊരു റൂമിലാണെങ്കിലും അല്ലാതെ നമ്മൾ വാർഡിലാണെങ്കിലും ഒക്കെ നമുക്ക് ലൈറ്റിന്റെ സ്വിച്ചുകൾ ബാത്റൂമിൽ പോകാനായിക്കോട്ടെ അല്ലാത്ത രീതിയിലായിക്കോട്ടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇടങ്ങളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് ആവാം. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകളൊക്കെ യൂസ് ചെയ്യുന്നതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിൽ നിന്ന് വരുന്നതാണ് ഫോർമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഇപ്പൊ വരുന്ന പലതരത്തിലുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യും. ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ബോഡിയിലെ ആ ഒരു പസ്സും അതുപോലെ തന്നെ ബ്ലഡ് അല്ലെങ്കിൽ മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചു കളയാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കത്തീറ്റർ അറിയാലോ,
അല്ലെ? കത്തീഡ്രൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചാണ്. ടിന്നായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ നമ്മൾ കത്തീഡ്രസ് ഒക്കെ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ശരിയായ രീതിയിൽ ഡിസിൻഫെക്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെയും ഈ ഒരു പേഷ്യന്റിന് എന്ത് വരാം? ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം. ഈ പറയുന്നതെല്ലാം ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ കിട്ടാനുള്ള പ്രധാന സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങളാണ്. മറ്റു പേഷ്യന്റിൽ നിന്ന് കിട്ടാം, സന്ദർശകരിൽ നിന്ന് കിട്ടാം, ആ ഹോസ്പിറ്റൽ ജീവനക്കാരിൽ നിന്ന് കിട്ടാം, നല്ല രീതിയിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാത്തത് കൊണ്ട് കിട്ടാം, എയറിലൂടെ കിട്ടാം, ഫുഡ് ആൻഡ് വാട്ടറിലൂടെ കിട്ടാം, പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്ന അല്ലെങ്കിൽ അവസരവാദികളായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഫോർമാറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മറ്റ് ഒബ്ജക്റ്റുകളിൽ നിന്ന്, അതായത് ഡോറിന്റെ ഹാൻഡിലുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ സ്വിച്ചുകളിൽ നിന്ന്, ലൈറ്റിന്റെ സ്വിച്ചുകളിൽ നിന്നാവാം, ബെഡുകളിൽ നിന്നാവാം. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ്. അതുപോലെ ഡിവൈസ് ട്രെയിൻസ് ആൻഡ് കത്തീഡ്രസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അവിടെ പലതരത്തിലുള്ള ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രെയിൻസ് പറയുന്ന പസോ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതുപോലെ കത്തീഡ്രലുകൾ പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്യാത്ത രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലൂടെയും ആ പേഷ്യന് എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻസ് വരാൻ സാധിക്കും. ക്ലിയർ ആണോ? സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് who is at risk for nosocomial infection. ഇനി ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനായിട്ട് ഏറ്റവും റിസ്ക് ഉള്ള അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ആളുകൾ ആരൊക്കെ? Okay, those who are admitted to a healthcare facility are at risk for contracting NHA. പെട്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ വരണമെന്നില്ല അല്ലെ? കുറച്ചു പേർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയുള്ള ആളുകൾ കാണുന്നതാണ് നമ്മൾ നോക്കുന്നത്. For some bacteria, the risk may also depends on patient hospital roommate. ഇപ്പൊ നമ്മളൊരു റൂമിൽ, നമ്മളൊരു വാർഡിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആ റൂംമേറ്റിന് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാൻസ് ഉണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ അപകട സാധ്യത എപ്പോഴല്ലേ? അല്ലെ? ഇപ്പൊ 2 പേരുടെ ബെഡുള്ള ഒരു റൂം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ഒരു പേഷ്യന്റിന് ഇതുപോലെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഇൻഫെക്ഷനുമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പോരുന്നതിന് മുൻപ് നമുക്ക് ആ ഇൻഫെക്ഷൻ കിട്ടിയിരിക്കും അല്ലെ? അതാണ് ഒന്നാമത്തെ റീസൺ. അപ്പൊ അവർ കൂടുതൽ അപകട സാധ്യതയിലുള്ളവരാണ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂമേറ്റ് ഇതേ ഇൻഫെക്ഷനോട് കൂടിയുള്ള ഒരാളാണെങ്കിൽ. രണ്ടാമത്തത് ഏജിന്റെ അനുസരിച്ച്, വയസ്സ് അല്ലെ? ആൻഡ് പർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old, 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തിയും കാര്യങ്ങളും കുറഞ്ഞു വരികയായിരിക്കും അല്ലെ? അപ്പൊ അവർക്കൊക്കെ പ്രായമായവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലല്ലേ? അല്ലെ? അപകട സാധ്യത റിസ്ക് കൂടുതലല്ലേ? അതാണ് രണ്ടാമത്. അപ്പൊ പ്രായത്തിനനുസരിച്ച് ചെറുപ്പക്കാരെയും കുറച്ചും കൂടി ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് how long the patient has been using antibiotics. പേഷ്യൻസ് എന്നാണ് കേട്ടോ, പേഷ്യന്റ് ആണ്. മൂന്നാമത്തത് how long patient എന്നാണ് കേട്ടോ. ക്ലിയർ ആയിട്ടാണോ? നിങ്ങളുടെ പേഷ്യന്റ് എന്നാണ് കിടക്കുന്നത്? ഓക്കെ ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ബേബീസിന് വരാം. അതാണ് ഇവിടെ ഏജ് പ്രധാനമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നുള്ളൂ കേട്ടോ. 70 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്കാണ് കൂടുതലും വരാൻ സാധ്യത. ബേബീസ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധയൊക്കെ കൊടുത്തല്ലേ നോക്കുന്നത്. അത്രയും അധികം ചാൻസ്, അത്രയും അധികം ഇത്രയും ഇതുപോലെ വരാൻ സാധ്യത കുറവായതുകൊണ്ട് ഇവിടെ എടുത്ത് പറയാത്ത കേട്ടോ. മൂന്നാമത്തത് how long patient has been using antibiotics. നമ്മൾ ഒരുപാട് നാൾ ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി എങ്ങനെയായിരിക്കും? കൂടുമോ കുറയോ? എങ്ങനെയായിരിക്കും? നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരു സ്ഥിരം ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രതിരോധ ശക്തി കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? കുറയും അല്ലെ?
നമ്മൾ ആ ഒരു മെഡിസിനോടുള്ള ആ ഒരു റെസ്പോൺസ് തന്നെ കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ കുറയുന്നത് മൂലം അപ്പൊ ഒരു വ്യക്തിക്ക് ഒരുപാട് നാളായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ പല ഇൻഫെക്ഷൻസും അവരെ ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. Then അടുത്തത് പറയുന്നത് whether the patient has a urinary catheter or not. ഇപ്പൊ ചില പേഷ്യൻസിന് മൂത്രമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ അവര് എന്ത് ചെയ്യും, ട്യൂബ് ഇടും അല്ലെ. നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് ട്യൂബ് ഇടുക എന്നാ പറയാ അല്ലെ, കത്തീറ്റർ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ യൂറിനറി കത്തീറ്ററുകൾ ഇട്ട പേഷ്യൻസിന്, അപ്പൊ അങ്ങനെ ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസിനാവുമ്പോ എന്താ എളുപ്പമല്ലേ, അതിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലല്ലേ. അതാണ് പേഷ്യന്റ് ഹാസ് യൂറിനറി കത്തീറ്റർ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് ആ പേഷ്യന്റിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ലെങ്തി ICU സ്റ്റേ, ഒരുപാട് നാൾ നമ്മൾ ICUവില് സ്റ്റേ ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് ദിവസമല്ല, കുറച്ച് ദിവസത്തിൽ ഒരുപാട് ദിവസം നമ്മൾ ICUവിൽ കിടന്ന് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത്രയും ദിവസം കൂടുതലല്ലേ, അപ്പൊ അതിനനുസരിച്ച് ഇൻഫെക്ഷൻസിന്റെ എണ്ണം ചിലപ്പോ വർദ്ധിച്ചേക്കാം. Then whether patient has been in coma. ഇനി പേഷ്യൻസ് കോമ സ്റ്റേജിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല, കുറച്ചധികം ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും എന്താണ് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. എനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങളോ വലിയ രീതിയിലുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ ആഘാതങ്ങളോ സംഭവിച്ച ആളുകൾക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും ഭീഷണി നേരിടുന്നത്, അതായത് ഇപ്പൊ HIV പേഷ്യൻസ് അങ്ങനെ ഇപ്പൊ അവരുടെ ചിലവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോ അങ്ങനെയുള്ള ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അവരെ ബാധിക്കാനും അത് പിന്നീട് വലിയ രീതിയിലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് പോകാനൊക്കെ സാധ്യതകളുണ്ട്. ഇതെല്ലാം ഒരു HIV വരാനായിട്ട് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട അപകട സാധ്യതയിലുള്ള ആളുകൾ ഏതൊക്കെ കാറ്റഗറിയിലായിരിക്കും വരാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള HIV അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റൂംമേറ്റിന് ഇതേപോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഏജിന് അടിസ്ഥാനമായിട്ട് പ്രധാനമായിട്ടും ഒരു 70 വയസ്സിലെ കൂടിയ ആളുകളാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ വേഗം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് പേഷ്യന്റ് എത്ര നാളായിട്ടാണോ ആന്റിബയോട്ടിക് കഴിക്കുന്നത് എന്നതിനനുസരിച്ച് ഒത്തിരി നാളായിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യൂറിനറി കത്തീറ്ററുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്ര ദിവസം നമ്മൾ ICUവിൽ സ്റ്റേ ചെയ്തു എന്നതിനനുസരിച്ച് ഒരുപാട് ദിവസം ICUവിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമ്പോൾ അത്രയും ദിവസം നമുക്ക് അപകട സാധ്യതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു പേഷ്യന്റ് കോമ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നാൾ അവര് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അപ്പോഴും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിൽ നിന്ന് വരാവുന്നതാണ്. ഇനി ട്രോമ, എന്തെങ്കിലും വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചവർക്ക്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവരൊക്കെ റിസ്കിലാണെന്ന് പറയാം. ക്ലിയർ ആണോ ഈ പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഏതൊക്കെ രീതിയിലൂടെയാണ് ഇത് ട്രാൻസ്മിഷൻ നടത്തുന്നത്, ഇത് പകരുന്നതിന്റെ രീതിയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ മോസ്റ്റ് കോമൺ. കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ എന്നാണ് കേട്ടോ, ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. അതാണ് ഒന്നാമത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. മൂന്നാമത്തത് എയർബോൺ ട്രാൻസ്മിഷൻ. നാലാമത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അഞ്ചാമത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അതിൽ ഒന്നാമത്തത് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് മോസ്റ്റ് കോമൺ, ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്.
അപ്പൊ മോസ്റ്റ് കോണ്ടാക്ട് ഒരു ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ആണ്, ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. മോസ്റ്റ് കോമൺ ട്രാൻസ്മിഷൻ ഏതാണ്? അത് കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷനെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തിനെയാ? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷനെ രണ്ട് കോമൺ ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സ്, അതായത് രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അതെ, നേരിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അല്ലെ, ഒരു ഡയറക്റ്റ് ടച്ച് ആ പേഷ്യന്റുമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന കോണ്ടാക്ട് വഴി ഉണ്ടാവുന്ന ട്രാൻസ്മിഷൻ ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോഴോ അവിടെ നേരിട്ടൊരു കോണ്ടാക്ട് വരുന്നില്ല അല്ലെ, നേരിട്ടൊരു കോണ്ടാക്ട് വരുന്നില്ല. മറ്റ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിലൂടെയാണ് അല്ലെ, നേരിട്ടല്ലാത്ത ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിലൂടെ വരുന്ന ട്രാൻസ്മിഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിൽ എന്താണ് ഫസ്റ്റ് ഡയറക്റ്റ് എന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ ഇത് രണ്ടും എന്തിന്റെ സബ് ഗ്രൂപ്പാണ്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷന്റെ സബ് ഗ്രൂപ്പുകളാണ്. അതിൽ ഒന്നാമത്തത് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. ഇതിന് വരുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് ആൻ ഇൻഫെക്റ്റഡ് colonized, such as when a person turns a patient, gives a bath, or does other patient care jobs that mean direct personal contact. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ഡയറക്റ്റ് സർഫസുകൾ അല്ലെ, നമ്മുടെ ഡയറക്റ്റ് സർഫസ് ആണ്. അതായത് ഒരു ബോഡി, ഒരു പേഷ്യന്റിന്റെ ബോഡിയും ഈ പറയുന്ന വ്യക്തിയുടെ ബോഡികളും തമ്മിൽ, ഇപ്പൊ അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണെന്ന് വിചാരിക്കും, സ്റ്റാഫ് ആണെന്ന് വിചാരിക്കാം. അവര് ചിലപ്പോ ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോ എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം, അവരെ ചരിച്ചു കിടത്തേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പരിചരണങ്ങൾ നേരിട്ട് നമ്മൾ അവരുടെ ബോഡി ടച്ച് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ നോക്കി അവർ ചിലപ്പോ ഇവർക്ക് അവരെ കുളിപ്പിക്കേണ്ടതായിട്ടൊക്കെ വരാം അല്ലെ. ചില പേഷ്യൻസിനെ നമ്മള് അവർക്ക് ആവശ്യമായ കുളിപ്പിച്ചൊക്കെ നല്ല വൃത്തിയാക്കി കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഈ പേഷ്യൻസുമായിട്ട് ഒരു ഡയറക്റ്റ് ടച്ച് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള ഒരു സർഫസ് കോണ്ടാക്ട് വരുന്നതിൽ നിന്നും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഇവരുടെ ആ ഹോസ്റ്റിന്റെ ബോഡിയിൽ ആരാണോ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവരുടെ ബോഡിയിലേക്ക് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ആ പേഴ്സൺസിനെ ടേൺ ചെയ്യാൻ, അല്ലെങ്കിൽ ചരിച്ചു കിടത്തുന്നതുമായി ബന്ധപ്പെട്ടാവാം, അവർക്ക് കുളിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഷ്യന്റ് കെയർ ജോബ്സ് ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ നേരിട്ട് അവരെത്തി കൊടുക്കുന്ന സമയത്ത് നേരിട്ടൊരു ടച്ച് വരികയാണ്. അപ്പൊ അതിലൂടെ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസംസ് ഇവരുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിഷൻ നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ അതിലൊരു സംശയം വരാൻ സാധ്യതയില്ല അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. എന്താണ് ഒരു ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിലൂടെ, നേരിട്ട് നമ്മൾ തൊട്ടല്ല. നോക്കിയേ, ദിസ് കൺസിസ്റ്റ് ഓഫ് contact of a susceptible host with a tainted intermediate object like contaminated instruments, needles or dressings, or tainted gloves that are not changed between patients, tainted surfaces by needles, dried blood, and transmit hepatitis B and C. But ഇവിടെ നോക്കിയ indirect contact transmission എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു susceptible host എന്ന് പറഞ്ഞാൽ ആരാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്? ആ ഒരു അപകട സാധ്യതയുള്ള വ്യക്തി, അതായത് ആ ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള വ്യക്തി. എങ്ങനെയാണ് അവർക്ക് ആ ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്? വിത്ത് ടേന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആയിട്ട് മലിനമായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിലൂടെ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായ ഇൻസ്ട്രുമെന്റ്സിലൂടെയോ നീഡിൽസിലൂടെയോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ ഡ്രസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഡ്രസ്സിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ് ചെയ്ത് അടുത്ത ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അവർ ക്ലീൻ ചെയ്ത് മാറ്റുന്ന ഡ്രസ്സിങ്സിലൂടെയോ, അല്ലെങ്കിൽ ചേഞ്ചഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകളിലൂടെ ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ പേഷ്യൻസ്. അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മളൊരു ഗ്ലൗസ് യൂസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർക്ക് ആവശ്യമായ പരിചരണം കൊടുത്ത് അടുത്ത പേഷ്യന്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഇവരെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഈ ഗ്ലൗസ് മാറ്റി അടുത്ത പുതിയ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഗ്ലൗസ് ധരിക്കണം അല്ലെ.
അതേസമയം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ സെയിം ഗ്ലൗസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത വ്യക്തിയുടെ അടുത്ത പേഷ്യന്റിന്റെ അടുത്തും പോയി ചെയ്യുന്നു. അപ്പൊ അങ്ങനെയും നമുക്ക് വരാം അല്ലെ. ചേഞ്ചഡ് സർഫസസ് ബൈ നീഡിൽസ്, എന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് വഴി കണ്ടാമിനേറ്റഡ്, അതായത് ഡ്രൈഡ് ബ്ലഡ് ഒക്കെ ഉണങ്ങിയിരിക്കുന്ന അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകളിലൊക്കെ ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി പോലെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി? ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഏത് ഭാഗത്തെ ബാധിക്കുന്നതാ? ഹെപ്പറ്റൈറ്റിസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏത് ഓർക്കണ്ടേ? ഏത് ഓർക്കനാണ്? ഹെപ്പറ്റൈറ്റിസ് ലിവർ അല്ലെ, കരൾ വീക്കം എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ കരളിന്റെ ഉണ്ടാവുന്ന ഒരു വീക്കം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഇത് കൂടുതലായിട്ടും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പകരുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള പേഷ്യൻസ് ആവുമ്പോ അത് ഈ പറയുന്ന എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനും സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഒക്കെ പകരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇത് രണ്ടും എന്തിന്റെ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയുന്നത്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ രണ്ട് സബ് ഗ്രൂപ്പ് ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും. അതിൽ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് ആ പേഷ്യന്റിന്റെ ബോഡി സർഫസിൽ ആർക്കാണ് ഇൻഫെക്ഷൻ ഉള്ളത് അവരുടെ ബോഡിയുമായിട്ട് നേരിട്ടൊരു കോണ്ടാക്ട് വരുന്നത്, ഒരു ഡയറക്റ്റ് ഒരു സർഫസ് കോണ്ടാക്ട് വരുന്നതിലൂടെ പകരുന്നു. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ആ അപകട സാധ്യതയിലുള്ള ആ ഒരു വ്യക്തിയുടെ ബോഡിയിലേക്ക് ആ മൈക്രോ ഓർഗാനിസംസ് വരുന്നത് എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിലൂടെയാവാം. അതിപ്പോ ഇൻസ്ട്രുമെന്റ്സ് ആവാം, നീഡിൽസ് ആവാം, ഡ്രസ്സിങ്സ് ആവാം, അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള നീഡിൽസിൽ നിന്ന് വരുന്ന ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡിൽ നിന്നാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ മലിനമായിട്ടുള്ള ഗ്ലൗസുകളിൽ നിന്നാവാം. അപ്പൊ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മലിനമായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിൽ നിന്ന് വരുന്നതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. കിട്ടിയോ? രണ്ടെണ്ണം നോക്കിയാണോ? ഓക്കെ. രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളികൾ അല്ലെ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്തായിരിക്കാം? The transmission happens when droplets that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. എന്താണ് ഇവിടെ നമ്മുടെ ട്രാൻസ്മിഷൻ ഹാപ്പൻസ് വെൻ ഡ്രോപ്ലെറ്റ്സ്, അല്ലെങ്കിൽ പല പല തുള്ളികളുണ്ട്. അപ്പൊ ആ ഒരു ഡ്രോപ്ലെറ്റിൽ എന്തുണ്ടായിരിക്കും? മൈക്രോ ഓബ്സ് ഉണ്ടാവും, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ആ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് വരുന്ന, അതായത് ഇപ്പൊ നമ്മളൊരു ചുമക്കുന്ന സമയത്ത്, അതായത് ഇവിടെ പറയുന്നുണ്ട് പ്രധാനമായിട്ടും കഫ് ചെയ്യുമ്പോൾ നമ്മൾ ചുമക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും തുള്ളികൾ നമ്മുടെ എന്താണ് തുള്ളി ആയിട്ടുള്ള സാധനങ്ങൾ ചുമക്കുമ്പോഴൊക്കെ പുറത്തേക്ക് പോവാറില്ലേ? ഇല്ലേ? ഡ്രോപ്ലെറ്റ്സ് പോവാറില്ലേ? പോവാറുണ്ടോ? അതിനു വേണ്ടി നമ്മളോട് പറയും എന്ത് ചെയ്യും? ഒരു എന്തെങ്കിലും തുണി വെച്ച് മറച്ചു പിടിച്ച് വേണം തുമ്മാൻ എന്ന് പറയും അല്ലെ. അങ്ങനെ ഒരു ചുമയുള്ള അല്ലെങ്കിൽ ഒരു തുമ്മലൊക്കെയുള്ള ആളുകളാകുമ്പോ അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ചെറിയ രീതിയിൽ അവരുടെ വായിൽ നിന്നുള്ള ആ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യാം? തുള്ളികൾ അല്ലെങ്കിൽ ആ ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് വരാം അല്ലെ. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഡ്രോപ്ലെറ്റ്സിൽ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസം ഉണ്ടാവും അല്ലെ. ആ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആവുമ്പോൾ പ്രത്യേകിച്ചും അതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഈ ഡ്രോപ്ലെറ്റ്സ് കുറച്ച് ഡിസ്റ്റൻസ്, ഒത്തിരി ദൂരമൊന്നും അത് അങ്ങനെ എന്ത് ചെയ്യില്ല, തെറിച്ചങ്ങ് പോകുന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവരുമായിട്ടെങ്കിൽ നമ്മൾ അടുത്ത് നിന്നായിരിക്കും, വളരെ അടുത്ത് നിന്നായിരിക്കും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്ന് ചുമക്കാണ് വിചാരിക്കുക. അങ്ങനെ ചുമക്കുന്ന സമയത്ത് ഈ ഡ്രോപ്ലെറ്റ് അവരുടെ ബോഡിയിൽ നിന്ന് അവരുടെ വായിൽ നിന്ന് വരികയാണ്. ആ വരുന്ന സമയത്ത് ഇതിനുള്ളിൽ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. കാരണം അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ ആണ് എയറിലൂടെ പോവുക. അങ്ങനെ ഷോർട്ട് ഡിസ്റ്റൻസിൽ പോകുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ആരാണോ അവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നു. ക്ലിയർ ആയോ? മിസ് പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ നിക്ഷേപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഇപ്പൊ എന്തെത്തി? ആ ഡ്രോപ്ലെറ്റിലൂടെ മൈക്രോ ഓർഗാനിസംസ് എത്തി അല്ലെ. എത്തിയോ? എത്തിയുണ്ടോ? എല്ലാവരുടെയും എത്തിയോ മൈക്രോ ഓർഗാനിസംസ്? ആ മറ്റേ പേഷ്യന്റിൽ മറ്റേ വ്യക്തിയുടെ ബോഡിയിൽ എത്തിയോ? അങ്ങനെ വ്യക്തി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ എന്താണ്? സുഖമായില്ലേ? ഇപ്പൊ അവരുടെ
മറ്റേ ആ ഒരു വ്യക്തിയുടെ ബോഡിയിൽ ആ ഒരു ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ആ ഒരു സ്ഥലം എത്തി, പിന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ ഇൻഫെക്ഷൻസ് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതൊരു മെത്തേഡ് ചുമയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മുമ്പോഴൊക്കെ വരുന്നത്. രണ്ടാമത്തതാണ് ബ്രോങ്കോസ്കോപ്പി. എന്താണ് ഒരു ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ? ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയേഴ്സ്, ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ബ്രോങ്കോസ്കോപ്പി ആണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരു ബ്രോങ്കോസ്കോപ്പി? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ? ആണല്ലോ. എന്ത് ചെയ്യുമ്പോൾ നമ്മള് മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ ഒരു തിൻ ഫ്ലെക്സിബിൾ ട്യൂബ് അല്ലെ, അതിനെയാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു തിൻ ഫ്ലെക്സിബിൾ ട്യൂബിനെയാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയാ. അത് എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നു ഇൻടു ദ എയർവേസ് ഓഫ് ലങ്സ്. ലങ്സിന്റെ എയർവേയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ, ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ വായിലൂടെയോ അല്ലെങ്കിൽ മൂക്കിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ട്യൂബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ പോയാൽ നമുക്ക് തുമ്മലോ ചുമയൊക്കെ അനുഭവപ്പെടൂലേ? ഇടയില്ലേ? നമ്മുടെ മൂക്കിലേക്കോ എന്തെങ്കിലും ഒരു സാധനം ചെറിയ രീതിയിലൊരു പൊടി പോയാൽ പോലും നമുക്ക് തുമ്മലോ ചുമയൊക്കെ അനുഭവപ്പെടാറില്ലേ? അതുപോലെ തൊണ്ടയിലൂടെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മളൊന്ന് കൈയിട്ടാൽ തന്നെ നമുക്ക് ചുമക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറില്ലേ? നിനക്കൊന്നും വരാറില്ലേ? ഇങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലെ? ഈ ബ്രോങ്കോസ്കോപ്പ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ആ പേഷ്യൻസിന് ചിലപ്പോൾ ചുമയോ തുമ്മലോ ഒക്കെ ഫീൽ ചെയ്യാം. കാരണം ഫ്ലെക്സിബിൾ ട്യൂബ് കടത്തി വിടുകയാണല്ലോ. അപ്പൊ ആ സമയത്തും ഇതുപോലെ അവർക്ക് എന്താ ചുമയ്ക്കാനോ അല്ലെങ്കിൽ തുമ്മുന്നതിന്റെ സെൻസേഷൻസ് ഉണ്ടാവും. അവർ സ്വാഭാവികമായിട്ടും ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ തുമ്മയോ ചുമക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ അപ്പോഴും എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് വരാം. അതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അത് ആ ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്ന ആളുകളുടെ മേത്തേക്കായിരിക്കും പോകുക അല്ലെ? അപ്പൊ അവർക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ മനസ്സിലായോ? എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ. എന്താണ്? ആരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഒരാൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. മൂന്നാമത്തത് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വായുവിലൂടെയുള്ള പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകർത്തുന്നതാണ് അല്ലെ? Dissemination can be either airborne droplet, a small particle residue of droplets that contain microorganisms which remain suspended in the air for long period of time, or dust particles that contain the infectious agents. ഇതാണ് ഇവിടെ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ വായുവിലൂടെ പകരുന്ന രീതിയാണ്. അതായത് ഇവിടെ ആ ഒരു ഡിസമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യാപനം എന്ന് പറയുന്നത് എന്തിലൂടെ ആയിരിക്കും? either airborne droplet nuclei, അതായത് ഒരു സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ്, ചെറിയൊരു ഡ്രോപ്ലെറ്റ് ആയിരിക്കും. അതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. നമുക്ക് എയറിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ എയറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എയറിലൂടെ അത് സഞ്ചരിക്കുകയും എന്തെങ്കിലും മറ്റാരുടെയെങ്കിലും ബോഡിയിൽ ചെന്ന് എന്താണ് പറ്റി പിടിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലേ, ഒത്തിരി പൊടിപടലങ്ങളുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെ, വായുവില്. അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസോ കാര്യങ്ങളുണ്ടെങ്കിലോ ഈ പറയുന്ന എയർബോൺ ട്രാൻസ്മിഷൻസ് നടത്താം. ഇങ്ങനെയുള്ള ഡസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയിലാണെങ്കിലും ഇൻഫെക്ഷസ് ഏജൻസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അത് ഒത്തിരി ലോങ് ടൈം പീരീഡ് ഓഫ് ടൈം നമ്മുടെ എയറിൽ നിൽക്കുകയും അതിങ്ങനെ സഞ്ചരിച്ച് പലയിടങ്ങളിലേക്ക് ട്രാൻസ്മിഷൻ നടത്തി പോവുകയും ചെയ്യും. ക്ലിയർ ആണോ? എയർബോൺ ട്രാൻസ്മിഷൻ മനസ്സിലായോ? റിപ്ലൈ ചെയ്ത് മിസ്സിന് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്താ റിപ്ലൈ ഒന്നുകൂടി പറയണം. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അത്ര ദൂരേക്കൊന്നും പോകില്ല, തൊട്ടടുത്ത് നിൽക്കുന്നവരെയാണ് അത് ബാധിക്കുള്ളൂ. മനസ്സിലായോ? അത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളില് ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. അത് ഒത്തിരി സമയം ഈ പറയുന്ന എയറിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ തൊട്ടടുത്ത ആളുകൾക്ക് തന്നെ കിട്ടണമെന്നില്ല.
അതിങ്ങനെ എന്ത് ചെയ്യുന്നു, ആ എയറിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അത് ഇത്തിരി ദൂരെയുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എപ്പോഴും ആരുടെ മേത്താണോ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ വ്യക്തിക്കായിരിക്കും അത് കിട്ടുക. അതേസമയം ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ തൊട്ടടുത്ത ഒരു സമീപത്ത് അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണോ അവർക്കായിരിക്കും കൂടുതൽ ബാധിക്കുക. അതേസമയം എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ വായുവിലൂടെ അത് ഒത്തിരി നേരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ എയർബോൺ ട്രാൻസ്മിഷൻ? ഓക്കെ. അടുത്തതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസംസ് അല്ലെ. ചില മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ ട്രാൻസ്മിഷൻ നടത്താറില്ല, അല്ലെങ്കിൽ വാഹനമായിട്ട് പ്രവർത്തിക്കാറില്ലേ ഇല്ലേ? ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാഹനം ഏതാണ് മൈക്രോ ഓർഗാനിസംസിലുള്ളത്? ഏതാണ്? നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ടുവന്ന് തരുന്ന ഒരു മൈക്രോ ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളില്ലേ. അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ അതിലൊന്നാമത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ അല്ലെ. മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് ആൻഡ് വാട്ടറിലൂടെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. എന്തോരം അസുഖങ്ങളാണ് നമുക്ക് ഫുഡ് ആൻഡ് വാട്ടറിലൂടെ കിട്ടുന്നത് അല്ലെ, ഉണ്ടാവും. അതുപോലെ മെഡിക്കേഷൻസ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാം. ഡിവൈസുകൾ, എക്യുപ്മെന്റ്സ്, പലതരത്തിലുള്ള ഡിവൈസുകളോ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വഴിയും നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കോമൺ വെഹിക്കിൾസ് ആണ്. ഈ പറയുന്ന ഫുഡിലൂടെയോ വാട്ടർ, മെഡിക്കേഷൻസ്, ഡിവൈസുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ഒരു വാഹനമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്നും ഈ മൈക്രോ ഓർഗാനിസത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആയിട്ട് ഇവ ആക്ട് ചെയ്യുന്നത്. അതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഐറ്റംസ് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ പ്രധാനമായിട്ടും ഫുഡ്, വാട്ടർ, മരുന്ന്, മെഡിക്കേഷൻസ്, മെഡിസിൻസ്, ഡിവൈസുകൾ, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം അത് ഉൾപ്പെടുന്നവയാണ്. അടുത്തതാണ് ലാസ്റ്റ് വൺ ആണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. എന്തായിരിക്കും വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ? വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? മോസ്കിറ്റോസ് അല്ലെ. കൂടുതലായിട്ട് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നല്ലേ മോസ്കിറ്റോസ്, കൊതുകുകള്, ഫ്ലൈസ്, ഈച്ചകള് അല്ലെ. ഉണ്ടോ? കൊതുകുകള്, ഈച്ചകള്, റാറ്റ്സ് അല്ലെ, എലികള് ആൻഡ് അതർ വെർമിൻസ്, മറ്റ് കീടങ്ങള് മുതലായവ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. അതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അപ്പൊ രണ്ടായിട്ട് നോക്കേണ്ടത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോ അതിലേതൊക്കെ വരാം, ഏതൊക്കെയാണെന്ന് ആലോചിക്കാം. ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻസ്, ഡിവൈസ്, എക്യുപ്മെന്റ്, ഇതെല്ലാം കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്, അതർ വെർമിൻസ്, വെർമിൻസ് ആണ് മറ്റു കീടങ്ങൾ മുതലായവയിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്? ഇൻഫെക്ഷൻസ് വരുന്നതിനെയാണ്, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫോർത്തും ഫിഫ്ത്തും മനസ്സിലായോ? വേഗം വായിച്ചു നോക്കിയത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്, അതിന്റെ രണ്ട് സബ് ഗ്രൂപ്പുകൾ ഏതാണ്, അതുപോലെ തന്നെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനും വെക്ടർ ബോണും ഒക്കെ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. വേഗം വായിച്ചു നോക്കിയാൽ 5 എണ്ണം.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്തൊരു ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരുമിച്ചുള്ള ഒരു ഭാഗമല്ലേ, അപ്പൊ അത് അങ്ങനെ തന്നെ പുതിയൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിവെൻഷൻ തുടങ്ങി എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗം ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വന്നേ. ഓക്കെ, താങ്ക് യു.